അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആൽ ഇംറാനിലെ 100-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ യാ അഹ്ലൽ കിതാബി ലിമ തസുദ്ദൂന അൻ സബീലില്ലാഹ് മൻ ആമന തബഊനഹാ ഇവജൻ വഅൻതും ശുഹദാ വവല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ഖുൽ പറയുക, യാ അഹ്ലൽ കിതാബി, ഹേ വേദക്കാരെ, ലിമ എന്തിനാണ്, തസുദ്ദൂന നിങ്ങൾ തടയുന്നത്, അൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, മൻ ആമന വിശ്വസിച്ചവരെ, തബഊനഹ ഇവജൻ തബഊനഹ അതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവജൻ വക്രതയാണ്, വഅൻതും നിങ്ങൾ ശുഹദാ സാക്ഷികളാണ്, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ അല്ലാഹു ബിഗാഫിലിൻ അശ്രദ്ധൻ അല്ല, അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ച്. അപ്പോൾ ഖുൽ യാ അഹ്ലൽ കിതാബി, ഹേ പറയുക വേദക്കാരെ, ലിമ തസുദ്ദൂന അൻ സബീലില്ല നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അതിന് വക്രത കാംക്ഷിച്ചുകൊണ്ട്, തബഊനഹ ഇവജൻ വിശ്വാസികളെ, മന്നാമന വിശ്വസിച്ചവരെ തടയുന്നത് എന്തിനാണ്? ഹേ വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അതിന് വക്രത കാംക്ഷിച്ചുകൊണ്ട് വിശ്വാസികളെ തടയുന്നത്? വഅൻതും ശുഹദാ നിങ്ങളാവട്ടെ അതിന് സാക്ഷികളുമാണ് എന്നിരിക്കെ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അള്ളാഹു അശ്രദ്ധനൊന്നുമല്ല. ഹസ്രത്ത് ഖലീഫത്തുള്ള ഇതിന് നൽകുന്ന വിശദീകരണം, ഡിസ്ബിലീഫ് ഡിഡ് നോട്ട് സഫിസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് അവിശ്വാസം കൊണ്ട് മാത്രം അവർ തൃപ്തരല്ല, അവർക്കതുകൊണ്ട് മാത്രം മതിയാവുകയില്ല. ഡിഡ് നോട്ട് സഫിസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. ഡിസ്ബിലീഫ് അവരെ അവിശ്വസിച്ചു, അതുകൊണ്ട് മാത്രം അവിശ്വാസികളായി അവർ അങ്ങനെ അടങ്ങി ഇരിക്കും എന്ന് കരുതണ്ട. ഡിസ്ബിലീഫ് ഡിഡ് നോട്ട് സഫിസ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക്. ദേ വാണ്ടഡ് അവർ ആഗ്രഹിക്കുന്നത് that the prophet remains alone പ്രവാചകൻ ഒറ്റയ്ക്ക് നിലകൊള്ളണം.
കൂടെ ആരും ഉണ്ടാകരുത്. അതാണ് സത്യനിഷേധികളുടെ ആഗ്രഹം. സത്യനിഷേധികൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സത്യവിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കരുത്. ഇവിടെ ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ സത്യനിഷേധികൾ അവരുടെ കയ്യിലിരിക്കുന്ന വേദഗ്രന്ഥം വെച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന ഒരു സത്യം ഉണ്ടായിട്ടും അത് സത്യപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ അവർ സാക്ഷികളാണ്. അവരുടെ വേദഗ്രന്ഥം അതിന് സാക്ഷി പറയുമ്പോൾ അവരും അതിന് സാക്ഷികളാണ്. അങ്ങനെ അവർ അവിശ്വാസത്തിൽ അങ്ങ് കയറി നിൽക്കുകയാണ്. ഈ അവിശ്വാസം കൊണ്ട് അവർ ആ നിലയിൽ അങ്ങ് കഴിയുക എന്നുള്ളതല്ല അവരുടെ പ്ലാൻ. പിന്നെയോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആരും ഉണ്ടാകരുത്, അവൻ ഒറ്റയ്ക്ക് നിൽക്കണം. ദേ വാണ്ടഡ് ദാറ്റ് ദ പ്രോഫറ്റ് റിമെയിൻസ് എലോൺ. അവരാഗ്രഹിക്കുന്നത് പ്രവാചകൻ ഒറ്റയ്ക്ക് നിലകൊള്ളണം. വിത്തൗട്ട് എനി ഫോളോവർ, ഒരു അനുചരനും കൂടെ ഉണ്ടാകരുത്. ദേ ഡിഡ് നോട്ട് വാണ്ട് ടു സീ ഇസ്ലാം പ്രോസ്പർ. അവർ ഇസ്ലാമിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത് അവർ ആഗ്രഹിക്കുന്നില്ല. ദേ പോയ്സൺ ദ മൈൻഡ്സ് ഓഫ് സം ഓഫ് ദ മുസ്ലിംസ്. അതുകൊണ്ട് ചില മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ അവർ വിഷം കലർത്തുകയാണ്. നമ്മൾ ഈ വിഷം കലർത്തുന്നത് എങ്ങനെയാണ്? ഈ മിക്സിങ് നടക്കുന്നത് കൊണ്ടാണ്. അവർ വേദഗ്രന്ഥത്തെ അംഗീകരിക്കുന്നില്ല. വേദഗ്രന്ഥത്തെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വിശുദ്ധ ഖുർആനുണ്ട്. ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ ഉപദേശിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഓരോ നൂറ്റാണ്ടിലും ആളിനെ വിടുന്നത്. അങ്ങനെ വിടുന്നവരെ ഈ വിശ്വാസികളെന്ന് പറയുന്നവർ അംഗീകരിക്കുന്നോ? ഇല്ല. അപ്പോൾ പിന്നെ അവർ വിശ്വാസികളാണോ അവിശ്വാസികളാണോ? അതൊക്കെ ദീർഘമായ നിലയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസമില്ലാത്തവരെപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീറിൽ അസീസിനെ വിശ്വസിച്ചു, അതിൽ നിന്നും നമ്മൾ പിന്മാറണം എന്ന് തന്നെയാണ് അവരാഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരോടൊപ്പം അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയുകയോ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് പോയി ഒരുപാട് നേരം നമുക്ക് പോയി ഇരുന്ന് കാര്യം പറയുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും സന്തോഷം പങ്കിടുന്നതിനൊന്നും ഒരു ഉളുപ്പുമില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് പുനരാലോചന നടത്തേണ്ടത് തന്നെയാണ്. വീക്ക് ഓഫ് ഫെയ്ത്ത്, ഈ വിശ്വാസ ദൗർബല്യമുള്ള ആളുകളെയാണ് ഇവർ ഈ വിഷം കലർത്തുന്നത്. ആൻഡ് മെയ്ഡ് ദം അപ്പോസ്റ്റേറ്റ് ഇസ്ലാം. അങ്ങനെ ഇസ്ലാം മതത്തെ പരിത്യാഗം നടത്തുക, വേണ്ട എന്ന് വയ്ക്കുക, ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനങ്ങൾ വേണ്ട എന്ന നിലയിലേക്ക് അവരെ ആക്കി തീർക്കണം. പിന്നെ എന്താണോ അവർക്ക് തോന്നുന്നത് അതനുസരിച്ച് അങ്ങ് ജീവിക്കുക. But they did not succeed in making all the followers of the Holy Prophet leave him. എന്നാൽ പ്രവാചകനോടൊപ്പം കൂടിയ എല്ലാ അനുചരന്മാരെയും ഇവർക്കിങ്ങനെ വിഷം ചേർത്ത് അവരുടെ പക്ഷത്തേക്ക് മാറ്റാം എന്നവർ ആഗ്രഹിക്കേണ്ട, അത് നടക്കില്ല. ബട്ട് ദേ ഡിഡ് നോട്ട് സക്സീഡ്, അവർ വിജയിക്കില്ല. ഇൻ മേക്കിംഗ് ആൾ ദ ഫോളോവേഴ്സ് ഓഫ് ദ ഹോളി പ്രോഫറ്റ്. പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ അനുചരന്മാരെയും ലീവ് ഹിം, അദ്ദേഹത്തിൽ നിന്നും ഒഴിവാക്കി മാറ്റി നിർത്തുവാൻ അവരുടെ ശ്രമത്തിന് സാധ്യമല്ല. ദേ ട്രൈഡ് വിത്ത് ഓൾ ദെയർ മൈറ്റ്സ്. അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പരിശ്രമിച്ചു. ഓൾ സോർട്സ് ഓഫ് ഈവിൾ പ്ലാൻസ്. അവർ തയ്യാറാക്കുന്ന പദ്ധതികളൊക്കെ ഈവിൾ ആണ്, മോശമായതാണ്, കൃത്രിമമായിട്ടുള്ളതാണ്, സത്യനിഷേധവുമായിട്ടുള്ളതാണ്. അതാണ് ഈവിൾ പ്ലാൻസ് എന്ന് പറയുന്നത്. അവരുടെ കുതന്ത്രത്തിൽ മെനയുന്ന അവരുടെ പദ്ധതികളാണ്. അവർ വിജയിക്കത്തില്ല. ഒരു കാരണവശാലും കുതന്ത്രത്തിൽ പൊതിഞ്ഞുള്ള പദ്ധതികൾ തൽക്കാലം അവർക്ക് ചില സന്തോഷമൊക്കെ നൽകുമെങ്കിലും അവർ വിജയിക്കത്തില്ല. അവരുടെ അന്ത്യം നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ്.
ടു ഡീവിയേറ്റ് പീപ്പിൾ ഫ്രം ദ റൈറ്റ് പാത്ത്സ്, ജനങ്ങളെ നേർപാതയിൽ നിന്നും വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് അവർ. കാളിങ് ഇറ്റ് ദ വേ ഓഫ് ദ ഡെവിൾ, അവർ വിളിക്കുന്നത് പിശാചിൻ്റെ പാതയിലേക്കാണ്. ഇൻസ്റ്റെഡ് ഓഫ് ദ വേ ഓഫ് ഗോഡ്, അള്ളാഹുവിൻ്റെ പാത വിട്ട് പിശാചിൻ്റെ പാതയിലേക്കാണ് അവർ ക്ഷണിക്കുന്നത്. അള്ളാഹുവിൻ്റെ പാതയിലേക്ക് ഇന്ന് ലോകത്ത് ഒരു ഇമാം വിശുദ്ധ ഖുർആനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അള്ളാഹു തആല ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിനുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ തച്ചുടയ്ക്കുന്നതിനും ഇതിൻ്റെ ഉണ്ടായിട്ടുള്ള ആളുകളെ അതിൻ്റെ യഥാർത്ഥ പാതയിൽ നിന്നും ഹസ്രത്ത് ഖലീഫത്തുള്ള നൽകുന്ന അധ്യാപനങ്ങളിൽ നിന്നും നമ്മെ വഴിമാറ്റി നടത്തുന്നതിനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുമായിട്ടാണ് നമ്മുടെ ജീവിതവും മുന്നോട്ട് പോകുന്നത്. യെറ്റ് ലൈക്ക് മെൻഷൻഡ് ഇൻ ദ പ്രീവിയസ് കമൻട്രി, മുൻപ് പറഞ്ഞ വിശദീകരണത്തിൽ വ്യാഖ്യാനത്തിൽ പറഞ്ഞതുപോലെ, ദേ വെർ ഓൾ അവെയർ ഓഫ് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ സത്യതയെ സംബന്ധിച്ചുള്ള വിവരം അവർക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹം നല്ലവനാണ്, അദ്ദേഹം സത്യസന്ധനാണ്, നന്മ നിറഞ്ഞവനാണ്. ഇതെല്ലാം അവർ തന്നെ നേരത്തെ കൊടുത്തിരുന്ന സർട്ടിഫിക്കറ്റുകളാണ്. അങ്ങനെയാണ് എന്ന് അവർക്കതറിയാം. ബട്ട് ഈവിൾ ഓൾറെഡി ഗ്രിപ്ഡ് ദെയർ ഹേർട്ട്സ്, എന്നാൽ ഈ ദുഷിച്ച നടപടിക്രമങ്ങൾ എന്ത് ചെയ്തു? ആൾറെഡി ഗ്രിപ്ഡ് ദെയർ ഹേർട്ട്സ്, അവരുടെ ഹൃദയങ്ങളിൽ അത് പിടിമുറുക്കി, ഗ്രിപ്പ് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഈ മോശ പ്രവർത്തനങ്ങളും മോശവാക്കുകളും ഇങ്ങനെ ഒന്നും ചെയ്യാതെ ജീവിതം ഇങ്ങനെ തള്ളിക്കളയുക, ക്രിയാത്മകമായിട്ട് യാതൊരു പ്രവൃത്തിയും ചെയ്യാതെ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന അനേകം ആളുകളുണ്ട്. അത് അവരുടെ ഹൃദയങ്ങളിൽ എന്തായിരിക്കുക? ഈവിൾ ആൾറെഡി ഗ്രിപ്ഡ് ദെയർ ഹാർട്ട്സ്, അത് അവരുടെ ഹൃദയങ്ങളിൽ അത് കത്തിപ്പടർന്ന് കയറിയിരിക്കുകയാണത്. സോ മച്ച് സോ ദാറ്റ് ഡെസ്പൈറ്റ് നോയിങ് ദ ട്രൂത്ത്, അതുകൊണ്ടെന്താ, ഈ സത്യം അവർക്കറിയാമെങ്കിൽ പോലും ദേ കുഡ് നോട്ട്, അവർക്കത് സ്വീകരിക്കാൻ പറ്റില്ല. ആൻഡ് വുഡ് നോട്ട്, എന്നാൽ അവർക്ക് സാധ്യവുമല്ല. റിഫോം ദംസെൽസ്, അവർക്ക് സ്വയം ഒന്ന് സംസ്കരിച്ച് എനിക്കെന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം, അത് നന്മയിൽ അധിഷ്ഠിതമായ പ്രവൃത്തിയായിരിക്കണം. എൻ്റെ ദിനരാത്രങ്ങൾ അല്ലാഹു തആല ചോദിക്കുന്നതാണ്. നിനക്ക് തന്ന ഈ സമയത്തെ നീ എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരം പറയേണ്ടി വരും. അതിന് നമ്മൾ അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യവും ആഫിയത്തും സാമൂഹ്യ പശ്ചാത്തലവും എല്ലാം ഉണ്ട്. അത് വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും നന്മ വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും ഓരോ മനുഷ്യനും അലസമായിട്ട് ഇരിക്കാൻ പാടില്ല, പ്രവർത്തിച്ചിരിക്കണം. ലെസ്റ്റ് ദ ലോസ് ദ പവർ ആൻഡ് ഓണർ ഓഫ് ദിസ് ടെമ്പറൽ വേൾഡ്, ഈ താൽക്കാലിക ലോകത്തിലുള്ള അവരുടെ പവറും അവരുടെ ഓണറും അവരുടെ അധികാരവും അവരുടെ മഹത്വവും, ഞങ്ങൾ ആരാണെന്നറിയാമോ എന്നുള്ള ഒരു ഭാവമുണ്ടല്ലോ, അതാണ് അവരുടെ ദോഷമെന്ന് പറയുന്നത്. ഞങ്ങൾ ആരെയും അങ്ങനെ വകവയ്ക്കുകയില്ല. ഞങ്ങൾക്ക് അപ്പോൾ അവർക്ക് ഇത് നഷ്ടപ്പെട്ടല്ലാതെ അവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുകയില്ല. അതുവരെ അവരിതിൽ പിടിച്ചു നിൽക്കുക. ഇപ്പോൾ നാലാം ഖലീഫ കഴിഞ്ഞ് അഞ്ചാം ഖലീഫ അഹമ്മദിയ ജമാഅത്തിൽ വന്നു. ഈ പരമമായ സത്യം അദ്ദേഹത്തിന് അറിയാൻ വയ്യാതെ വല്ലതും ആണോ? അനുചരൻ അവിടുത്തെ ജീവനക്കാരായ തൊഴിലാളികളായ മുഅല്ലിമീങ്ങൾക്ക് അറിയാൻ വയ്യാത്ത വല്ലതും ആണോ? ഇതെല്ലാം അവർക്ക് നല്ല ഭംഗിയായിട്ട് അറിയാവുന്നത്. പക്ഷേ അവരുടെ ഒരു ജീവിത സ്റ്റാറ്റസ് ഇപ്പം മാസം തോറും കിട്ടുന്ന ശമ്പളം ഇല്ലാതെ വരും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അത് സംബന്ധമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ ഇല്ലാതെ വരും. അതൊക്കെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല. അവർ സ്ഥാപിച്ചു നിർത്തിയിരിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ യഥാർത്ഥമായ ഇതിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടി വരും. ഇതൊന്നും സാധ്യമല്ലാത്ത നിലയിൽ അവരങ്ങനെ അതിൽ പിടിച്ചമർന്ന് കിടക്കുകയാണ്. ഈ താൽക്കാലിക ലോകത്തിലുള്ള ഈ സുഖഭോഗങ്ങളിൽ അവർ അമർന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ സത്യനിഷേധികൾക്ക് അതിന് സാധിക്കാത്തതും. അവരുടെ അസൂയ മൂലം, അവരുടെ ഈവിൾ മൈൻഡ് മൂലം, അവരുടെ ദുഷിച്ച മനസ്സിൻ്റെ ഉടമകളായതുകൊണ്ടാണ് അവർക്ക് ഈ സത്യത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്തത്. അത് നമ്മൾ പ്രത്യേകം അറിയുക. ഈ സത്യത്തിലേക്ക് കടന്നു വരാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം അവരുടെ ദുഷിച്ച മനസ്സുകളാണ്.
അതിനെ മാറ്റം വരുത്താൻ അവർ തയ്യാറല്ലാത്തതുകൊണ്ടാണ് അവർക്കത് സാധിക്കാതെ പോകുന്നത്. ഖുൽ യാ അഹ്ലൽ കിതാബ്, ഹേ വേദക്കാരോട് നിങ്ങൾ പറയുക, ലിമ തസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് എന്തിനാണ് നിങ്ങൾ തടയുന്നത്? മന്നാമന, വിശ്വസിച്ചവരായ ആളുകളെ. അപ്പോൾ നിങ്ങൾ എന്താ ആഗ്രഹിക്കും? തബഊനഹ ഇവജൻ, വക്രതയുള്ളവരാകണം, തോന്നിവാസികളായി ജീവിക്കണം. അങ്ങനെയാണ് അത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അവരെ തടയുന്നത്. വാന്തും ഷുഹദ, നിങ്ങൾ സാക്ഷികളാണ്. നിങ്ങളുടെ വേദഗ്രന്ഥം എടുത്തെന്ന് വായിച്ചാൽ മതി, കറക്റ്റായിട്ട് മനസ്സിലാവും. അല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു അശേഷം അശ്രദ്ധനല്ല എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ ഓരോരുത്തരോടുമുള്ള മുന്നറിയിപ്പാണ്. ഇറ്റ് ഈസ് എ വാണിംഗ്. അപ്പം നമുക്ക് ഉള്ള മുന്നറിയിപ്പ് നമ്മുടെ മുന്നിൽ തന്നിരിക്കുകയാണ്. നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കിക്കൊള്ളുക, ഇസ്ലാമിനെ അവിടെ സ്ഥാപിക്കുക, എന്നിട്ട് കർമ്മരംഗം പരിശുദ്ധമാകുക. പരിശുദ്ധമാക്കുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സൗഹൃദത്തിലേർപ്പെടുക. പരിശുദ്ധി നേടാത്ത ആളുകളുമായിട്ട് നിങ്ങൾ സൗഹൃദത്തിലേർപ്പെട്ടാൽ അവർ നിങ്ങളെ തെറ്റായ വഴിയിലേക്കായിരിക്കും ക്ഷണിക്കുന്നത്. അത്തരത്തിലുള്ളവരുമായിട്ട് അകലം പാലിച്ചും നിങ്ങൾ നന്മയിലൂടെ തന്നെ സഞ്ചരിക്കുവാൻ തയ്യാറാകേണ്ടത് എന്ന ആഹ്വാനമാണ് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത വചനവുമായി നമുക്ക് കാണാവുന്നതാണ്. ഹസ്രത്ത് ഖലീഫത്തുള്ള നമുക്ക് നൽകുന്ന സാരോപദേശങ്ങളിൽ, ദുആകളിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഒരു ചെറുഭാഗം കൂടി വായിച്ചുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഹസ്രത്ത് ഖലീഫത്തുള്ള പ്രസ്തുത പ്രഭാഷണത്തിൽ ചോദിക്കുകയാണ്, ബട്ട് വാട്ട് ഈസ് ദിസ് വേൾഡ്? ഈ ലോകം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ എന്താണ് ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇറ്റ് ഈസ് ടെമ്പററി, ഇത് താൽക്കാലികമാണ്. കാരണം മനുഷ്യോൽപ്പത്തി മുതലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്, ഇങ്ങ് താഴെ ഇറങ്ങി വന്നതാണ്. നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും, അന്ന് നമ്മളെപ്പോലെ ജീവിച്ചിരുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും, നമ്മളെപ്പോലെ ജീവിച്ചിരുന്ന നമ്മുടെ മക്കളും ഒക്കെ മരിച്ചു പോയില്ലേ? അവരൊക്കെ ഈ ലോകത്തെ വെറും ഒരു താൽക്കാലിക ആയല്ലേ കണ്ടിരുന്നതും അവർ പോയി. നമ്മളും അതുപോലെ അതിൻ്റെ വക്കിലാണ്. നിങ്ങൾ എന്താണ്, വാട്ട് ഈസ് ദിസ് വേൾഡ്? എന്താണ് ഈ ലോകം? ഇറ്റ് ഈസ് ടെമ്പററി, ഇത് വെറും താൽക്കാലികമാണ്. വി ആർ ലിവിങ് എ ടെമ്പററി ലൈഫ്, ഒരു താൽക്കാലിക ജീവിതമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വി ആർ നോട്ട് പെർമനൻറ്റ് ഹിയർ, നമ്മളിവിടെ സ്ഥിരമായി നിൽക്കുന്നവരല്ല, സ്ഥിരവാസത്തിന് വന്നവരല്ല. വി ആർ ഹിയർ ടുഡേ, ഇന്ന് നമ്മളിവിടെയുണ്ട്, നമ്മളിത് സംസാരിക്കുന്നു, നമ്മളിത് കേൾക്കുന്നു. ഹൂ നോസ് ഇഫ് വി വിൽ സ്റ്റിൽ ബി ഹിയർ ടുമാറോ? ആർക്കാണ് അറിയാവുന്നത് നമ്മളിൽ ആരൊക്കെ നാളെ ഇവിടെ ഉണ്ടാകുമെന്ന്? ഒരാൾക്കും അറിയില്ല. അങ്ങനെയുള്ള വെറും ഒരു താൽക്കാലിക ലോകത്താണ് കഴിയുന്നത്. ഹൗ മെനി എക്സാമ്പിൾസ് ഹൗ വി സീൻ ലൈക്ക് ദിസ്? ഇതുപോലുള്ള എത്ര ഉദാഹരണങ്ങൾ. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നേടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ജീവിച്ചിരുന്ന എത്ര ആളുകളാണ് അകാലത്തിൽ അപ്രത്യക്ഷമായി പോയത്. നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുന്നു, ആ ഭവനങ്ങളിൽ പിറ്റേന്നും അവിടെ ഇരിക്കാമെന്ന് കരുതണ്ട. നമ്മൾ യാത്ര ചെയ്യുന്നു, ജോലിക്ക് പോകുന്നു, എന്തെല്ലാം കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു ടെമ്പററി വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇതിൻ്റെ പിടി ഒന്നും നമ്മുടെ കയ്യിലില്ല, നമ്മുടേതായി ഒന്നുമില്ല. ഇതെല്ലാം വേറൊരാളിൻ്റെ പിടിയിലും അവൻ്റെ അധീനതയിലും അവൻ്റേതുമാണ്. ഉപയോഗിക്കാൻ തന്നിരിക്കുന്നു എന്ന് മാത്രം. അത് വേണ്ടതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ സുരക്ഷിതമായിട്ട് നമുക്ക് ഈ ലോകം കടന്നു പോകാൻ കഴിയും.
So, are people really thinking about this properly? ഈ ആളുകൾ ഇതിനെപ്പറ്റി ശരിയായിട്ട് ചിന്തിക്കുന്നുണ്ടോ? ആർ പീപ്പിൾ റിയലി തിങ്കിങ് അബൌട്ട് ദിസ് പ്രോപ്പർലി? ഈ കാര്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു ചിന്തയുണ്ടോ? ശരിയായിട്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ദാറ്റ് വെൻ ദേ ലീവ് ദിസ് വേൾഡ്, അപ്പോൾ അവർ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ ദേ വിൽ റിട്ടേൺ ടു ദ ക്രിയേറ്റർ. അവർ വിടവാങ്ങി അവർ ഈ ലോകം വിട്ട് പോകുന്നത് ദേ വിൽ റിട്ടേൺ ടു ദെയർ ക്രിയേറ്റർ, അവരുടെ സൃഷ്ടാവിൻ്റെ അടുത്തേക്കാണ്. ആൻഡ് വാട്ട് ആൻസർ വിൽ ദേ ഗീവ് ഹിം? അവൻ്റെ മുമ്പിൽ അവനോട് എന്തുത്തരമാണ് അവർ നൽകാൻ പോകുന്നത്? ദേ ആർ ഫോക്കസ്ഡ് ഓൺലി ഓൺ വേൾഡ്ലി മാറ്റേഴ്സ്. അവരുടെ ശ്രദ്ധ മുഴുവൻ ഇഹലോകത്തിലുള്ള കാര്യങ്ങളിൽ മാത്രമാണ്. എൻ്റെ മക്കൾ, എൻ്റെ ഇത് എല്ലാം ഇഹലോകം കറക്റ്റാവണം, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും എന്ന നിലയിലേക്ക് നമ്മൾ വഴിമാറുമ്പോൾ ഹൃദയത്തിൽ മറ്റവൻ കയറി പിടിമുറുക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ദേ ആർ ഫോക്കസ്ഡ് ഓൺലി ഓൺ വേൾഡ്ലി മാറ്റേഴ്സ്. ഇഹലോക സുഖങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും കറക്റ്റാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അവരുടെ ശ്രദ്ധ മുഴുവൻ ഇഹലോക കാര്യങ്ങളാണ്. ഓൺ പ്ലഷേഴ്സ്, വളരെ സന്തോഷത്തോടു കൂടി. ഓൺ വാട്ട് ദേ ക്യാൻ ഡു, അവർക്ക് സന്തോഷങ്ങൾ ലഭ്യമാകുന്നതിന് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇതാണ് അവരുടെ ഓട്ടം. സന്തോഷം നൽകാനുള്ള ഒരേ ഒരു വഴി അല്ലാഹു തആല തുറന്നു വച്ചിരിക്കുന്നത് തൻ്റെ സൃഷ്ടാവിനെ അംഗീകരിച്ച് ആദരിച്ച് അവൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുമ്പോൾ നിനക്ക് സന്തോഷം കിട്ടും. അത് ഞങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? ബട്ട് തിങ്ക് കെയർഫുള്ളി. അതുകൊണ്ട് നിങ്ങൾ സശ്രദ്ധം ചിന്തിക്കുക. ഓൾ ദി കറേജ്, എല്ലാ ധൈര്യവും, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസവും, ഇൻ്റലിജൻസ്, ബൗദ്ധികതയും, വെൽത്ത്, ധനവും, ഇതൊക്കെ എവിടുന്നാണ് വന്നത്? ഈ ധനം, ബുദ്ധി, വിദ്യാഭ്യാസം, ധൈര്യം, ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? ഇത് എവിടെ നിന്നാണ്? ഈ പറഞ്ഞ ഈ ധൈര്യവും വിദ്യാഭ്യാസവും ബുദ്ധിയും ധനവും ഒക്കെ, ഈ ധനവും ഒക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്നിരിക്കും. ഇത് എവിടെ നിന്ന് എങ്ങനെ വന്നു? ഇറ്റ് ഈസ് അല്ലാഹ് ഹു ഗേവ് ഓൾ ഓഫ് ദാറ്റ്. ഇതെല്ലാം അല്ലാഹു തആല നിനക്ക് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. അത് ചിലരുടെ കയ്യിൽ ഇത് വളരെ കുറച്ചാണ്, ചിലരുടെ കയ്യിൽ ഇത് കൂടുതൽ കൊടുത്തു. കുറച്ച് കൊടുത്തവനെയും പരീക്ഷിക്കുക, കൂടുതൽ കൊടുത്തവനെയും പരീക്ഷിക്കുക. ഇത് നിൻ്റെ മിടുക്ക് കൊണ്ട് നിൻ്റെ കയ്യിൽ വന്നതാണെന്ന് നീ കരുതണ്ട. നിൻ്റെ മിടുക്ക് കുറവുകൊണ്ട് ഇല്ലാതെ പോയതാണെന്ന്. ഇതെല്ലാം ഞാൻ ഈ ലോകത്ത് പരീക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിക്രമങ്ങളാണ്. ആൻഡ് ടുമാറോ, ഇനി നാളെ, ഹൗ ക്യാൻ ടേക്ക് ഇറ്റ് ആൾ അവേ ഇൻ ആൻ ഇൻസ്റ്റൻറ്റ്. ഒരു നിമിഷം കൊണ്ട് നിൻ്റെ കയ്യിലുള്ള സകലതും തിരിച്ചെടുക്കാൻ കഴിവുള്ളവനാണവൻ. ഹി ക്യാൻ ടേക്ക് ഇറ്റ് ഓൾ അവേ ഇൻ ആൻ ഇൻസ്റ്റൻറ്റ് ആൻഡ് തസ് യു വിൽ ബി ഫിനിഷ്ഡ്. പിന്നെ നീ കാണത്തില്ല. നിൻ്റേതായ ഒരു അസ്തിത്വമില്ലാത്ത നിലയിൽ നിമിഷ നേരം കൊണ്ട് നിന്നെ ഇവിടെ തീർക്കാനുള്ള എല്ലാ നടപടിയും അവൻ്റെ കയ്യിലുണ്ട്. അവൻ സജ്ജീകരിച്ച് നിർത്തിയിരിക്കാം. യു വിൽ കൊളാപ്സ്. അങ്ങനെ നിങ്ങൾ തകർന്നടിഞ്ഞു പോവും. അങ്ങനെയുള്ള ഒരു താൽക്കാലിക ലോകത്തിലാണ് മക്കളെ നമ്മൾ ജീവിക്കുന്നത്. നല്ലതുപോലെ ചിന്തിക്കുക, വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ശാശ്വത സമാധാനം എത്തുക. ഈ താൽക്കാലിക ലോകം നമ്മൾ വഞ്ചിതരായി പോകരുത്. നമ്മളെ തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് അവൻ തന്നിരിക്കുന്ന സകല ബ്ലെസ്സിങ്സും. ആ സകല ബ്ലെസ്സിങ്സിനും നമ്മൾ അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കടമപ്പെട്ടിരിക്കുകയാണ്. അത് നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഈ ആരോഗ്യവും ആഫിയത്തും അറിവും ധനവും ഭൗതിക സൗകര്യങ്ങളും എല്ലാം അല്ലാഹു നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട്
അവൻ്റെ മുമ്പിൽ കൂടുതൽ കൂടുതൽ നമ്രശിരസ്കരാകുക, വിനയാന്വിതരാകുക. അല്ലാഹു തആല അവൻ്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് ഇഹലോകവും പരലോകത്തും വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളായി നമ്മെ ഓരോരുത്തരെയും മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം പുതിയ വചനവുമായി അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.